സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പീറ്റർ പാർക്കർ അഥവാ സ്പൈഡർമാൻ മൂവിയിൽ ഉടനീളം 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് ദുഃഖത്തിന്റെയോ അല്ലെങ്കിൽ സങ്കടത്തിന്റെയോ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഡിനയൽ, ആങ്കർ, ബാർഗൈനിങ്, ഡിപ്രഷൻ, ആക്സെപ്റ്റൻസ് ഇവയൊക്കെയാണ് ആ 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫ്. ആദ്യത്തെ സ്റ്റേജ് ഡിനയലാണ്. മൂവിയുടെ തുടക്കത്തിലൊക്കെ തന്നെ പീറ്റർ പാർക്കർ തന്റെ ഫ്രണ്ട്സായ നെഡിനെയും എംജെയും നിരന്തരം നിരീക്ഷിക്കുന്നതായിട്ട് കാണാം. നെഡും എംജെയും ഓൾറെഡി തന്നെ പീറ്റർ പാർക്കറിനെ മറന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും ഈ 4 വർഷത്തോളം കാലം അവരോടൊപ്പം അല്ലെങ്കിൽ കൂടി അവരുടെ സന്തോഷങ്ങളും വിജയങ്ങളുമെല്ലാം അവർ അറിയാതെ നിരീക്ഷിക്കുകയും ആഘോഷിക്കുകയുമായിരുന്നു പീറ്റർ പാർക്കർ. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ആ സമയത്തും പീറ്റർ പാർക്കർ തന്റെ പാസ്റ്റ് ലൈഫിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് എല്ലാം മറന്ന് മൂവ് ഓൺ ചെയ്യാൻ പീറ്റർ പാർക്കർ അതുവരെയും തയ്യാറായിട്ടില്ല എന്നർത്ഥം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഡിപ്രഷൻ. എംജെയുടെയും നെഡിന്റെയും അപ്പാർട്ട്മെന്റിൽ വെച്ച് നടന്ന ഹൗസ് വാമിംഗ് പാർട്ടിയിലേക്ക് എത്തിയ പീറ്റർ പാർക്കർ എംജെക്ക് പുതിയൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞതോടെയും താൻ ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ച കാര്യം നേരിട്ട് കണ്ടതോടെയും പീറ്റർ പാർക്കർ ഡിപ്രഷനിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആണ് ആങ്കർ. ഡിപ്രഷനിലേക്ക് പോകുന്ന പീറ്റർ പാർക്കറിന് DNA മ്യൂട്ടേഷൻ സംഭവിച്ച് അവൻ ഒരു സ്പൈഡറിനെ പോലെയായി മാറാൻ തുടങ്ങുന്നു. ഓർഗാനിക് വെബിങ്, ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്, വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പൈഡർ സെൻസും എല്ലാം ആ DNA മ്യൂട്ടേഷന്റെ ഭാഗമായിട്ടാണ് പീറ്റർ പാർക്കറിന് ലഭിക്കുന്നത്. എന്നാൽ മുന്നോട്ട് പോകും തോറും പീറ്റർ പാർക്കറിന് തന്റെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. തഗ്സിനെയും ക്രിമിനൽസിനെയും ഒക്കെ ഒരുപാട് ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവരെ കൊല്ലാനോ പോലും തയ്യാറാകാത്ത സ്പൈഡർമാൻ ഒരു സന്ദർഭത്തിൽ വളരെ കോപത്തോടെ സ്കോർപ്പിയനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. നാലാമത്തെ സ്റ്റേജ് ആണ് ബാർഗെയിനിങ്. തന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്തുണ്ടായ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പവേഴ്സിനെ കൺട്രോൾ ചെയ്യാനും തന്റെ ആങ്കറിനെ കൺട്രോൾ ചെയ്യാനുമായിട്ട് 4 സ്റ്റേജസ് ഓഫ് ഗ്രീഫിനെയും നിയന്ത്രിക്കാനുമായിട്ട് പീറ്റർ പാർക്കർ ഒരു പവർ ഇൻഹിബിറ്റർ ചിപ്പ് നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അതായത് തനിക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടിയ പവേഴ്സിനെ സപ്രസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പവേഴ്സിനെ ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവൻ മുൻപ് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ മുന്നോട്ട് പോകാൻ അവൻ ശ്രമിക്കുന്നു. അഞ്ചാമത്തെ സ്റ്റേജ് ആക്സെപ്റ്റൻസ് ആണ്. മൂവിയുടെ അവസാനത്തോടടുക്കുമ്പോൾ ജീൻ ഗ്രേ പീറ്റർ പാർക്കറിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, Are you Peter Parker or are you Spider-Man? അതിന് മറുപടിയായിട്ട് പീറ്റർ പാർക്കർ പറയുന്നത് ഇങ്ങനെയാണ്, I'm both. സോ ആ സമയത്ത് തന്നെ അവൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുകയാണ്. താൻ ഒരേ സമയം പീറ്റർ പാർക്കറും സ്പൈഡർമാനുമാണെന്ന് പീറ്റർ പാർക്കർ അക്സെപ്റ്റ് ചെയ്യുന്നതോടെയാണ് അവന് നാച്ചുറൽ ആയിട്ട് കിട്ടിയ അല്ലെങ്കിൽ DNA മ്യൂട്ടേഷൻ സംഭവിച്ചു കിട്ടിയ പവേഴ്സിനെ അവന് കൺട്രോൾ ചെയ്യാൻ സാധിച്ചത്.